ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയും പവർഫുൾ ആക്കുന്നത് അതിലെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ സെക്ഷനിൽ നമ്മൾ 3 തരം കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. അതിലാദ്യത്തേത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ a = ട്രൂ ആണ്. ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ പ്രിൻ്റ് ഇറ്റ്സ് ട്രൂ എന്നുള്ളത് റൺ ചെയ്തിട്ടുണ്ട്. അതായത് a ട്രൂ ആണെങ്കിൽ അതിൻ്റെ അടുത്ത ലൈൻ റൺ ആകുന്നുണ്ട്. ഇനി a = false ആണെങ്കിൽ ഉള്ള കേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ റൺ ആയിട്ടില്ല. ഇവിടെ ഈ കോളൻ കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ കുറച്ച് റൈറ്റ് സൈഡിലോട്ട് മാറിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലോട്ട് ഈ കോഡ് ബ്ലോക്ക് നീങ്ങി വരുന്ന കേസിനാണ് ഇൻഡൻറ്റേഷൻ. ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഇതൊരു ബൂളിയൻ വാല്യൂ ആണ് വരേണ്ടത്. നമ്മളിവിടെ ഡയറക്റ്റ് ഒരു ബൂളിയനാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും ആകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഔട്ട്പുട്ട് ബൂളിയൻ ആയിരിക്കും. ഈ എയുടെ വാല്യൂ ട്രൂ ആകുമ്പോൾ ഈ ഇൻറ്റൻഡഡ് ബ്ലോക്ക്, ഇതിന് ശേഷമുള്ള ഇൻറ്റൻഡഡ് ബ്ലോക്ക് റൺ ആവുകയാണ് ചെയ്യുന്നത്. ഒരു ലൈൻ കൂടി ആഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ താഴെ ഈ 2 ലൈനും പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോളിന് ശേഷം ഈ ഇൻറ്റൻറ്റേഷനോട് കൂടി വരുന്നത് ഒരു കോഡ് ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത്. ഇനി ഇൻറ്റൻറ്റേഷൻ ഇല്ലാതെ ഇതിന് താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ആഡ് ചെയ്താൽ ഇപ്പോൾ ഈ 3 ലൈനും പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫോൾസ് ആണെങ്കിൽ ഈ ഇഫിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് റൺ ആയിട്ടില്ല. ഇത് ഈ ഇഫിൻ്റെ അകത്ത് വരുന്നതല്ല. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ എൽസും ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ a ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് റൺ ആകും. അതല്ലാത്ത പക്ഷം ഈ എൽസിൻ്റെ താഴെ വരുന്ന ബ്ലോക്കായിരിക്കും റൺ ആകുന്നത്. ഇത് രണ്ടും ഈ കോമണുമാണ് റൺ ആയിട്ടുള്ളത്. ഈ ഫോൾസ് ആണെങ്കിൽ ഇവിടെ കാണാം എൽസ് കണ്ടീഷനും ഈ ലാസ്റ്റ് വണ്ണുമാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. പൈത്തണിൽ ഇൻഡൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡൻറ്റേഷനാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സിമ്പിൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിലൊരു സിംഗിൾ ഇൻഡൻറ്റേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് തന്നെ ചിലപ്പോൾ കോംപ്ലക്സ് ആകാം. ഇവിടെ കാണുന്നത് പോലെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരാം, അതിൻ്റെ അകത്ത് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരാം. ഇവിടെ ഈ എൽസിൻ്റെ ഇൻഡൻറ്റേഷൻ ഇവിടെ നിന്ന് മാറി ഇങ്ങനെയായെങ്കിൽ ആ പ്രോഗ്രാം തന്നെ മാറിപ്പോവും. എ ഫോൾസ് ആകുന്നതിന് റൺ ചെയ്യുന്നതിന് പകരം ബി ഫോൾസ് ആയാലായിരിക്കും ഈ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ് ഇൻഡൻറ്റേഷൻ. കൂടുതൽ കോംപ്ലക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമും വെറുതെ കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഫോർ ലൂപ്പിനെ കുറിച്ച് നോക്കാം. ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നാണ്. ഫോർ ലൂപ്പ് പൈത്തൺ ഇറ്ററബിൾസിലാണ് വർക്ക് ചെയ്യുന്നത്. ലിസ്റ്റ് അതുപോലെ ഒരു ഇറ്ററബിളാണ്. ഇവിടെ a എന്നൊരു ലിസ്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 1 2 3 4 5. നമ്മൾ ഈ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യുന്നത് ഫോർ ഐറ്റം ഇൻ a എന്ന് പറയുമ്പോൾ ഈ എയിലെ ഓരോ എലിമെൻറ്റ്സും ഈ ഐറ്റത്തിലോട്ട് പാസ് ചെയ്യുകയാണ്. ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 2 3 4 5 എന്നാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഐറ്റം എന്നത് ഒരു വേരിയബിൾ നെയിം മാത്രമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഐറ്റത്തിന് പകരം ബിയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോഴും ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. ഫോർ ലൂപ്പിലെ ഇന്നും ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്ത് കണ്ട ഇന്നും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. 1 in a എന്ന ഈ ഇന്നും ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഇന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇന്ന് അതിൻ്റെ ലൂപ്പ് സിൻറ്റാക്സിൻ്റെ ഭാഗം മാത്രമായിട്ട് വരുന്നതാണ്. അതായത് ഈ ലിസ്റ്റിലെ ഓരോ ഐറ്റത്തെയും വെച്ച് എന്ന അർത്ഥത്തിനാണ് ഇൻ എന്ന് ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പ് ലൂപ്പ് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും വളരെ സിമിലർ ആണെങ്കിലും ഇവിടെ ഒരു ഇറ്ററബിൾ, അതായത് ഒരു ലിസ്റ്റോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ വൈലിന് ശേഷം വരുന്ന ബൂളിയൻ, അതായത് ഈ വാല്യൂ ഫോൾസ് ആകുന്നവരെ ഈ ലൂപ്പ് റൺ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇൻഡൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ വാല്യൂ ഇതിപ്പോൾ a = 0 എന്നാണ്. അപ്പോൾ a <5 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ബ്ലോക്ക് റൺ ആകും. സപ്പോസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, അപ്പോൾ എയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ ഈ പ്രോഗ്രാം ഇൻഫിനിറ്റ് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഇവിടെ ഒരു ഇൻക്രിമെൻറ്റ് ലൈൻ ഉള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ബൈ ടൈം എയുടെ വാല്യൂ 5 ആവുകയും ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുകയും ചെയ്യും. ഇവിടെ കാണാം 0 to 4 വരെ പ്രിൻ്റ് ആയിരിക്കും. വൈൽ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന വേരിയബിൾ അതിൻ്റെ താഴെയുള്ള ബ്ലോക്കിൽ മാറ്റം വരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ ആ വൈൽ ലൂപ്പ് എക്സിറ്റ് ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇൻഫിനിറ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും.